ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമ്മുടെ ഐ തിങ്ക് അമാവാസി ഇന്നാണ് എന്നാണ് എൻ്റെ ഒരു സോറി, ഞാൻ കറക്റ്റ് ഡേറ്റ് ചെക്ക് ചെയ്തില്ല. എൻ്റെ ഓർമ്മയിൽ 21 അല്ലേ, നാളെ അല്ലേ, ഐ മീൻ ഇന്നല്ലേ. അമാവാസി ഉണ്ട്, പിന്നെ സൂര്യഗ്രഹണവും നാളെ ഉണ്ട്. എല്ലാം ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എനിക്ക് ഡേറ്റ് അങ്ങനെ എക്സാക്ട് ഇതില്ലാത്തത്. ഞാനത് നോക്കാനും നിന്നില്ല റീഡിങ് എടുക്കുന്നതിന് മുമ്പ്. സോറി. ബട്ട് ഉണ്ട് എന്തായാലും ഈ 1-2 ദിവസത്തിൽ അമാവാസിയും സൂര്യഗ്രഹണവും ഒക്കെയാണ്. സോ എൻ്റെ ഇതിൽ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ വീഡിയോൻ്റെ, അതായത് ചാനലിൻ്റെ പേര് ആദ്യം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ചാനലിൻ്റെ പേര് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവാം. പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് ന്യൂ മൂൺ, ഫുൾ മൂൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ റെമഡീസ് ഒക്കെ ആയിട്ട് മാനിഫെസ്റ്റേഷൻ എന്നുള്ള ചില ഫോൾഡേഴ്സ് കാണും. ഓക്കെ, അതിൽ ചില വീഡിയോസിൽ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കുറേ റെമഡീസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് എടുത്ത് കാണാം. ഓക്കെ, ഞാൻ ഓരോ തവണയും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പറ്റുന്നത്, ഞാൻ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് ഞാൻ ഷെയർ ചെയ്തിടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒന്ന് പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ കുറേ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. എല്ലാം ഒന്ന് തന്നെയാണ്. ചില മെത്തേഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി മാറ്റി പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അത് ഇന്നത്തെ ഡേറ്റിൻ്റെ എന്നല്ല, നമ്മൾ റെമഡീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഫുൾ മൂണോ, ന്യൂ മൂണോ, സോളാർ എക്ലിപ്സോ അങ്ങനെയുള്ളതിനെ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ട ചില റിച്വൽസ്, അല്ലെങ്കിൽ നമുക്ക് മീൻസ് ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് ഓൾറെഡി പറയുന്ന അത് എല്ലാ സമയത്തും നിങ്ങൾക്ക് ഒരേ കാര്യം ചെയ്യാം, വിരോധമില്ല. ഓക്കെ, സോ ഒന്ന് എടുത്ത് ആ വീഡിയോസ് ഒന്ന് കാണൂ. ആൻഡ് അതിൽ പറയുന്ന റെമഡീസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, പവർഫുൾ സമയമാണിത്. നമുക്ക് അന്ന് കുറച്ച് മുമ്പ് നമ്മുടെ ഫുൾ മൂൺ ഉണ്ടായിരുന്നു, പൗർണമി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ചന്ദ്രഗ്രഹണം വന്നു. ഓക്കെ, ഇപ്പോൾ അമാവാസി വരുന്നുണ്ട്. അമാവാസിയുടെ തൊട്ടടുത്ത് തന്നെ സൂര്യഗ്രഹണം വരുന്നുണ്ട്. സോ ഇത് വളരെ ഒരു സ്പെഷ്യൽ ടൈമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. സോ ഒരുപാട് കാര്യങ്ങൾ എനർജറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറേ മാറ്റങ്ങൾ, കുറേ കാര്യങ്ങളിൽ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അത് ഇതുകൊണ്ടാണ്, ഈ എനർജി മാറ്റങ്ങൾ കൊണ്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ഈ അമാവാസിയും നിങ്ങളുടെ ഈ സൂര്യഗ്രഹണവും ഒക്കെ കൂടെ നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഒരു അടുത്ത 15 ദിവസം എന്ന രീതിക്ക് ഞാൻ എടുക്കാം. കാരണം നമ്മൾ പറയില്ല അമാവാസി തൊട്ട് ഇനി അടുത്ത പൗർണമി വരെ. ഓക്കെ, സോ ആ രീതിക്ക് നമുക്ക് നെക്സ്റ്റ് 15 ഡേയ്സ് നിങ്ങൾക്ക് ഈ ഒരു സൂര്യഗ്രഹണവും ഇതൊക്കെ കൂടി നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റിസ്, വെരി ഗുഡ്. King of Wands, Six of Pentacles. ആക്ച്വലി ഇത് രണ്ടും വളരെ സിമിലർ എനർജിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, 7 of Cups, one more Knight of Cups, Tower. ഓക്കെ, ഇവിടെ രണ്ട് തരത്തിൽ ഒന്ന് മെയിനായിട്ട് ഇവിടെ ആദ്യം തന്നെ പറയുന്നത് കാർമിക് ജസ്റ്റിസ് നടക്കാൻ പോകുന്നു എന്നാണ്. കാർമിക് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഇതുവരെ അന്യായമായ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലത് അല്ലാത്ത ചില കാര്യങ്ങൾ, ഓക്കെ, അവിടെയൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്തു, നിങ്ങളെ ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ നിങ്ങളോട് അപമര്യാദയായി പെരുമാറി, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസ് വരാൻ പോകുന്നു എന്നാണ് മെയിനായിട്ട്. അത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ബിക്കോസ് ഈ ഒരു സമയം ഞാൻ പറഞ്ഞു വളരെ പവർഫുൾ സമയമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ നിന്ന് ആക്ച്വലി അവസാനിക്കുന്ന എന്ന രീതിയിൽ നമ്മൾ പറയും. സോ ഇവിടെ എന്തായാലും ജസ്റ്റിസ് ആണ് തുടക്കം തന്നെ. ആൻഡ് ഇവിടെ ഇതും ഉണ്ട്, 6 of Pentacles ഉണ്ട്. സോ രണ്ടും ഇതും നമുക്കൊരു കർമ്മ ബാലൻസിങ് എന്ന രീതിക്ക് എടുക്കാം. അതായത് നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും എന്ന് പറയും. അതായത് നല്ലത് ചെയ്തതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് തിരിച്ചു വരും. അതാണ് ജസ്റ്റിസ്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത ടൈം, എഫേർട്ട്, നിങ്ങളുടെ സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലിയിലായാലും എവിടെയായാലും നിങ്ങൾ ഇട്ട എഫേർട്ട്, കാര്യങ്ങൾ, അതിനെല്ലാം തിരിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു ബാലൻസ് കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇവിടെ ടവർ മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു എൻഡിങ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഈ 9 പോർട്ടൽ നമ്മൾ തുടങ്ങിയാൽ സെപ്റ്റംബർ വന്നപ്പോൾ തൊട്ട് ശരിക്കും ചില എൻഡിങ്സിന്റെ സമയമാണ്. ഓക്കെ, ഈ ഒരു മന്ത് ഫുൾ ആക്ച്വലി എൻഡിങ്സിൻ്റെ ആണ്. എൻഡിങ്സ് എന്ന് പറയുമ്പോൾ അഗെയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ ദിവസമായിട്ട് നിങ്ങൾ റീഡിങ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇല്ലാത്തവർക്ക് വേണ്ടി പറയുന്നു. എൻഡിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ടോട്ടലി നമ്മുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവസാനിച്ച് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ
എന്താ പറയുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, അതായത് അവസാനിക്കണം എന്നില്ല, പക്ഷെ ചില ചിന്താഗതികൾ മാറുക, നമ്മളുടെ ചില തോട്ട്സ് മാറുക, നമ്മളുടെ ചില ഹാബിറ്റ്സ് മാറുക, അങ്ങനെ പല കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഒരു ചേഞ്ചിൻ്റെ സമയമാണ് മെയിനായിട്ട്, ചില എൻഡിങ്സിൻ്റെ സമയമാണ്. ആ എൻഡിങ് പക്ഷെ വരുന്നത് എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ്ങും കൊണ്ടാണ് വരിക. ഓക്കെ, ടവർ മൊമെന്റ് എന്ന് പറയുമ്പോഴും ആക്ച്വലി ഇവിടെ അതിന് ശേഷം ലവേഴ്സ് ഉണ്ട്. ഇവിടെ ചോയ്സ് എന്ന രീതിക്ക് ഇതിനെ കുഴപ്പമില്ല കാണിച്ചാലും എന്നാലും. ഓക്കെ, ലവേഴ്സ് കാർഡാണ് എന്ന് വെച്ചാൽ ചോയ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഒരു തീരുമാനം എടുക്കുന്ന സമയമാണ്. ചിലത് നമ്മുടെ ലൈഫിൽ നിന്ന് അവസാനിപ്പിക്കണോ വേണ്ടേ എന്നൊക്കെ നമ്മൾ വിട്ട് കളയണോ വേണ്ടേ. കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു ഏതോ ഒരു സിറ്റുവേഷനിൽ, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ടെൻഷനായിട്ട് നിങ്ങൾ ഇരുന്നിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരാൻ പോവാണ്. ഓക്കെ, ആ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി വരും. ജസ്റ്റിസ്, കാർമിക് എന്താ പറയുക, കർമ്മ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഓക്കെ, ഇതുവരെ നിങ്ങളുടെ അടുത്ത് ഇംബാലൻസ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തതിൽ അങ്ങോട്ടാണ് നിങ്ങൾ എപ്പോഴും കൂടുതൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചിനെ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. അത് ഏത് കാര്യത്തിലായാലും ശരി. ഓക്കെ, എന്തും നിങ്ങൾ എവിടെ നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ തുടങ്ങും. ഓക്കെ, അതിവിടെ കിങ് ഓഫ് വോൺസ് ആണ്. കിങ് ഓഫ് വോൺസ് നമ്മളെ ഒരു നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമെന്ന് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഐഡിയാസ് ഒക്കെ വെച്ച് ഐ തിങ്ക് ഇതും ഈ എനർജിയും കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സൂര്യഗ്രഹണവും ഇതും എല്ലാം കൂടിയിട്ട് ഐ തിങ്ക് ഒരു വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളാണ് ചേഞ്ച് ആവുന്നത്. സിറ്റുവേഷൻസ് മാറും, നിങ്ങളും ആക്ച്വലി നിങ്ങളിലാണ് ആദ്യം മാറ്റം തുടങ്ങുക. ഓക്കെ, നിങ്ങൾ മാറി തുടങ്ങുമ്പോൾ സിറ്റുവേഷൻസ് മാറും. ഓക്കെ, നിങ്ങൾ എവിടേക്കോ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും, തീരുമാനം എടുക്കാൻ തുടങ്ങും. എന്നിട്ട് എനിക്ക് ഇനി ഇങ്ങനെ പറ്റില്ല ഓക്കെ എന്നൊക്കെ നിങ്ങൾ തീരുമാനം എടുക്കാൻ തുടങ്ങുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കും, നിങ്ങൾ അവനവൻ്റെ വോയിസ്. ഓക്കെ, അതായത് നിങ്ങൾ അവനവന് വേണ്ടി നിങ്ങൾ സംസാരിച്ചു തുടങ്ങും. ഓക്കെ, അപ്പോൾ മാറ്റങ്ങൾ വരും ഓട്ടോമാറ്റിക്കലി. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങുന്ന പോലെ, നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുന്ന പോലെ, നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പോലെയുണ്ട്, ഐഡിയാസ് വരുന്ന പോലെ. സോ നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ജോലി കരിയറിലൊക്കെ ആണെങ്കിലും യെസ്, നിങ്ങൾ കുറെ കൂടി ഗ്രോ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഇതുവരെ നിങ്ങൾക്ക് കുറച്ചൊരു ബാഡ് പീരീഡ് ഒക്കെ ആയിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഗ്രോത്ത് കാണാൻ തുടങ്ങും. പുതിയ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും നിങ്ങൾ ലീഡർഷിപ്പ് ആവുന്നതായിട്ടും കുറച്ചുകൂടി പ്രൊമോഷനോ കാര്യങ്ങളോ. സോ എല്ലാ തരത്തിലും നിങ്ങളുടെ ഒരു ഗ്രോത്ത് എന്ന് നിങ്ങളുടെ അടുത്തുള്ളൂ. നിങ്ങൾ കോൺഫിഡൻ്റ് ആവാൻ തുടങ്ങും കുറച്ചുകൂടി. ഓക്കെ, സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി പല ഓപ്ഷൻസും തുറന്നു വരും. ഓക്കെ, നിങ്ങൾക്ക് വേറെ അവസരങ്ങൾ തുറന്നു വരാൻ തുടങ്ങും. ഇതുവരെ നമ്മൾ പറയില്ല ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ സ്റ്റക്കായി നിന്നിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ, ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആണ് ഓപ്പൺ ആവാൻ പോകുന്നത്. ഓക്കെ, അവസരങ്ങൾ വരാൻ പോകുന്നു എന്ന രീതിയിലെടുക്കാം. എന്ത് കാര്യത്തിലും ആവാട്ടോ. ഓക്കെ, റിലേഷൻഷിപ്പിലാവാം, ഫൈനാൻസിലാവാം, ജോലിയിലാവാം, എന്തിലായാലും ശരി നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നതാണ്. പക്ഷെ അത് നിങ്ങളെ ഇത്തിരി കൺഫ്യൂഷനും ആക്കും. നിങ്ങൾ ലൈക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിക്ക് ഒരു അല്പം കൺഫ്യൂഷൻ ആയേക്കാം. ബട്ട് ഇത് നല്ലതാണ് വരാൻ പോകുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. ഓക്കെ, മേ ബി ഏർണിങ്ങിന് പലതരത്തിലും നിങ്ങൾക്ക് ഏർണിങ് വഴികൾ തുറന്നു കിട്ടും. എവിടെയെങ്കിലുമൊക്കെ ജോലി മാത്രമല്ലാതെ നിങ്ങൾ പല വഴിക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് വരാൻ തുടങ്ങും. യുനോ അങ്ങനെ ഒരു ലൈക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളെടുത്തോ എന്നാ പറയുന്ന പോലെയാണ്. ഓക്കെ, സോ ഇവിടെ നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. അഗെയിൻ ഓഫറിൻ്റെ കാര്യമാണ്. സോ ഒരു ഓഫർ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും വരും. ഇത് ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫർ, നിങ്ങൾക്ക് നല്ലൊരു ജോലി, നിങ്ങൾക്കൊരു ഓഫർ വരും. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്കൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. സ്റ്റേബിളായിട്ട് വളരെ കുറച്ചുകൂടി ലൈക്ക് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ഓഫറുമായിട്ട് വരും. ആൻഡ് ചിലപ്പോൾ പാസ്റ്റ് പേഴ്സൺ തന്നെ ആവാം. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ബ്രേക്കപ്പ് അങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ടവർ മൊമെന്റ് വന്നത് ഇവിടെ ലവേഴ്സ് ഉണ്ടായിരുന്നു. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് ബ്രേക്കപ്പ് അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ ആ പേഴ്സൺ തന്നെ പക്ഷെ നിങ്ങളോട് ന്യായം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് ന്യായം തരും. നിങ്ങളോട് അവരെ കുറച്ചുകൂടി സ്റ്റഡി ആയിട്ട് സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അവരുമായിട്ട്. ഓക്കെ, സോ രണ്ടുമാവാം, പുതിയ വ്യക്തിയാവാം, അല്ലെങ്കിൽ പഴയ വ്യക്തി തന്നെ തിരിച്ചു വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ജോലിയിലായാലും കാര്യമില്ല എവിടെയായാലും. ഓക്കെ, നിങ്ങൾ ആ സിറ്റുവേഷൻ തന്നെ ഒന്ന് മാറി വരും, അല്ലെങ്കിൽ പുതിയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറും. സോ സംതിങ് ഏതെങ്കിലും ഒന്ന് നടക്കും. അത് നിങ്ങൾക്കുള്ള ന്യായമായിട്ട് യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഈ ഒരു പോർട്ടൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. സെപ്റ്റംബറിൽ ഫുൾ ഇത് തന്നെയാണ്, നമ്മുടെ എനർജി ഇത് തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സോ എക്സ്പെക്ട് എൻഡിങ്സ് ബട്ട് ന്യൂ ബിഗിനിങ്സ് വിൽ ബി ദർ. ഓക്കെ, ജസ്റ്റിസ്, കർമ്മ, നിങ്ങൾക്ക് ന്യായം തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത്. ഓക്കെ, fulfillment of wishes, yes, ആഗ്രഹങ്ങൾ. 9 again. Moving on, very good. Okay, authority, financial and material changes ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ഓക്കെ, ഗുഡ്. ഇവിടെ നിങ്ങളോട് പറയുന്നത്
നിങ്ങൾ ആദ്യത്തെ കാര്യം ഇവിടെ നിങ്ങളോട് പേഷ്യൻ്റ് ആയിട്ട് സമാധാനത്തോടെ കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ക്ഷമ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നല്ല സക്സസ്സിലേക്ക് എത്തിക്കും. ഇതിവിടെ നമ്പർ 7 കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തോന്നൽ വന്ന 7 ഓഫ് കപ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ, അല്ലേ? സോ മേ ബി നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് ഏതാ വേണ്ടത് എന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾ പ്ലാൻ ചെയ്യൂ എന്നായിരിക്കാം പറയുന്നത്. ഓക്കെ, അതിവിടെ ആവശ്യമാണ്. സോ ബി കെയർഫുൾ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓപ്ഷൻസ് നിങ്ങൾ എടുക്കുമ്പോൾ കെയർഫുൾ ആയിട്ട് ചെയ്യൂ എന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും ഓക്കെ, ഒന്ന് കെയർഫുൾ പ്ലാനിങ് നിങ്ങൾ ചെയ്യുക, കുറച്ച് ക്ഷമയോടെ ചെയ്യുക, എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ഒരല്പം കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ആൻഡ് ഇവിടെ 9 ഞാൻ ഓൾറെഡി പറഞ്ഞു, വിഷ് ഫുൾഫിൽമെന്റ്. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. സോ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കാൻ പോകുന്നു. മൂവിങ് ഓൺ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ പാസ്റ്റിനെ പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കും. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ലൈഫിൽ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം, ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഒരു മാറ്റം എന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ചില വേദനകൾ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി എനിക്ക് സമാധാനം വേണം, പീസ് വേണം എന്ന് പറയുന്ന പോലെ ഇവിടെ അതോറിറ്റി ഉണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രൊമോഷൻസ് കാര്യങ്ങളായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്ക് കുറച്ചുകൂടി ലൈക്ക് അതോറിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന പോലെ പ്രൊമോഷനോ കാര്യങ്ങളോ ആയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കൂടി നയിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വരുമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ, മറ്റുള്ളവരെ നിങ്ങളുടെ ബോസോ ആരെങ്കിലും നിങ്ങളെ അപ്രൂവ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ആരെങ്കിലും ലൈക്ക് മേ ബി എന്തെങ്കിലും ലീഗൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ, അതിലൊക്കെ മേ ബി അതോറിറ്റീസിൻ്റെ ഒരു അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്ക് പറയാം. അതാവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്നതായിരിക്കും. ഞാൻ നേരത്തെയും പറഞ്ഞു നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ട് ഇവിടെ. സോ ആ ഒരു ഗ്രോത്തിനെ കാണിക്കുന്നതായിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടി ഒരു ലെവൽ അപ്പ് ആവുന്നതായിരിക്കാം. ഇവിടെ അഗെയിൻ ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഫൈനാൻസിൽ, നിങ്ങളുടെ ഫൈനാൻസോ എന്താ പറയുക, നിങ്ങളുടെ ജോലി, കരിയർ, പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറെ കൂടി ബെനിഫിറ്റ് വരാൻ തുടങ്ങുമെന്നാണ്. ആൻഡ് ഇത് എനിക്കിങ്ങനെ കൈ ഇങ്ങനെ വെച്ച ഒരു ഫീലിങ്ങിൽ തോന്നിയൊരു കാര്യം പെട്ടെന്ന് തോന്നിയാണ്. ചില സമയത്ത് ഇങ്ങനെ ഓരോ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവും എന്തെങ്കിലും. ഇവിടെ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല വഴികൾ ഓപ്പൺ ആവും. ഞാൻ നേരത്തെയും പറഞ്ഞു, നിങ്ങൾക്ക് പല വഴികൾ ഓപ്പൺ ആവും നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, സോ ഏണിങ്ങിന് ഒരുപാട് വഴികൾ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. സോ അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർ ജോലി ചെയ്യുന്നു, അതിൻ്റെ കൂടെ നിങ്ങൾ സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. സോ അങ്ങനെ നിങ്ങൾക്ക് ലൈക്ക് കൂടുതൽ ഏണിങ്ങിനുള്ള വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. ആൻഡ് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. ആൻഡ് ഇതും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, യെസ്, പക്ഷേ അവസരങ്ങൾ വരുമ്പോൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ഒരു ഒരിക്കലൊരു ഈ എക്ലിപ്സും ഇതെല്ലാം വന്നിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒന്ന് പിടിച്ച് ഒലിക്കും. യെസ്, ചില തകർച്ചകൾ വരും ആദ്യം, പക്ഷെ ആ തകർച്ചകൾ വരുന്നത് അത് മുന്നോട്ട് നിങ്ങൾക്ക് വേറെ നല്ലത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ന്യായം കിട്ടാൻ പോവുകയാണ് എന്നുള്ളതാണ്. സോ അതിന് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചിലപ്പോൾ യൂണിവേഴ്സ് റിമൂവ് ചെയ്യും. ഓക്കെ, യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ എടുത്ത് മാറ്റും. കാരണം അത് നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയും മനസ്സിലാക്കുക, ദറ്റ് ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയാം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ വിചാരിക്കും, അയ്യോ ആ പേഴ്സൺ എന്നെ വിട്ടുപോയോ, അല്ലെങ്കിൽ ആ ജോലി എനിക്ക് നഷ്ടപ്പെടുമോ, അങ്ങനെ ചിന്തിക്കും നിങ്ങൾ. അങ്ങനെയല്ല. ഓക്കെ, അതിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ ഇതേപോലെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അവിടെ നല്ലതായിരിക്കില്ല. അപ്പോൾ ഒരു മാറ്റം അവിടെ ആവശ്യമാണ്. അതിനു വേണ്ടി ചില എൻഡിങ്സ് അവിടെ സംഭവിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, സോ എന്തായാലും ഇവിടെ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുമൊന്നുമില്ല. നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി നല്ലത് നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും. ഓക്കെ, സോ വളരെ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ കുറച്ച് റിച്വൽസ് പ്ലീസ് ട്രൈ ചെയ്യൂ. വേറെ കാര്യമായിട്ടുള്ളതൊന്നുമല്ല, കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഉപ്പിട്ട് കുളിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥന മെഡിറ്റേഷൻസ് ചെയ്യുക, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യുക, റിലീസിങ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ പ്ലീസ് ആ വീഡിയോസ് ഒന്ന് എടുത്ത് ഒന്ന് കാണും. ഞാൻ വേണമെങ്കിൽ പറ്റിയാണെനിക്കില്ലെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് രാത്രിയാവും, ഞാൻ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സമയമാകുമ്പോഴേക്കും പിന്നെ നിങ്ങൾ എനിക്ക് പിന്നെ ലിങ്ക് എടുത്തിടാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഐ വിൽ ട്രൈ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാം. ഫോളോ ചെയ്യുക, റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.